മറ്റൊരു വാർത്തയിലേക്ക്. കാസർഗോഡ് കുമ്പളയിൽ ശക്തമായ കാറ്റിൽ കൂറ്റൻ ഇരുമ്പ് മേൽക്കൂര റോഡിൽ തകർന്നു വീണു. ഒബർല കോംപ്ലക്സിന് കെട്ടിടത്തിലെ മേൽക്കൂരയാണ് തകർന്നു വീണത്. കുമ്പള ബദേടുക്ക KSTP റൂട്ടിൽ ബദേടുക്ക ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ നിർത്തിയിടുന്ന സ്ഥലത്ത് സമീപമാണ് അപകടമുണ്ടായത്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ഇന്ന് രാവിലെ 5:30 ഈ സംഭവം ഉണ്ടാകുന്നത്. കുമ്പള ടൗണിൽ ഒബർല ബിൽഡിങ്ങിന്റെ മുകളിൽ 3 നില കെട്ടിടമാണ്. ഇതിന്റെ മുകളിലത്തെ വലിയ കൂറ്റൻ ഇരുമ്പ് മേൽക്കൂരയാണ് ശക്തമായ കാറ്റിൽ താഴേക്ക് പതിച്ചത്. ഈ രാവിലെ ആയതുകൊണ്ട് തന്നെ ഇവിടെ അപകടമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത എന്ന് പറയുന്നത്. ബദിയടുക്ക ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ നിർത്തിയിടുന്ന സ്ഥലത്തിന് സമീപമാണ് ഈ അപകടം സംഭവിച്ചത്. മാത്രമല്ല, ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് KSTP കുമ്പള ബദിയടുക്ക റൂട്ടിൽ ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. ഈ ഭാഗത്തെത്തി ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ എത്തി ഈ മേൽക്കുര മുറിച്ചു മാറ്റുന്നതിനുള്ള പ്രവൃത്തികൾ നടന്നു വരികയാണ്. എന്തായാലും കനത്ത ശക്തമായ മഴയോടൊപ്പം പെയ്യുന്ന ശക്തമായ കാറ്റിലാണ് ഇത്തരത്തിൽ ഈ ഇരുമ്പ് മേൽക്കൂര താഴേക്ക് പതിച്ചത്. നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു, അപകടകരമായ രീതിയിൽ ഈ ടൗണുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പ് മേൽക്കൂരയും ഫ്ലെക്സുകളും നീക്കം ചെയ്യണമെന്ന്. പക്ഷേ ഇത് ഒരുപക്ഷെ ഇവരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരിക്കില്ല. മാത്രമല്ല, ഇതിന് വേണ്ടത്ര ഒരു പരിഗണന കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് ഈ ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തലനാരിഴയ്ക്കാണ് വലിയൊരു അപകടം ഒഴിവായത്. രാവിലെ ആയതുകൊണ്ട് മാത്രമല്ല, ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതുകൊണ്ട് ആളുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു അപകടം ഒഴിവായത്. ഈ ബസ് കാത്തു നിൽക്കുന്ന ബസ് സ്റ്റോപ്പിന് സമീപമാണ് ഈ കുമ്പള ടൗണിൽ വലിയൊരു അപകടം ഉണ്ടായത്. 3-ാം നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് കൂറ്റൻ ഇരുമ്പ് മേൽക്കൂര താഴേക്ക് പതിക്കുകയായിരുന്നു. ശക്തമായ കാറ്റിലാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത്. ശരി. കാസർഗോഡ് കുമ്പളയിൽ ശക്തമായ കാറ്റിൽ കൂറ്റൻ ഇരുമ്പ് മേൽക്കൂര റോഡിൽ തകർന്നു വീണു. ഓബർല കോംപ്ലക്സ് കെട്ടിടത്തിലെ മേൽക്കൂരയാണ് തകർന്നു വീണത്. കുമ്പള ബദേടുക്ക KSTP റൂട്ടിൽ ബദേടുക്ക ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ നിർത്തിയിടുന്ന സ്ഥലത്തിന് സമീപമാണ് അപകടം നടന്നത്. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.